ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം, സ്വാഗതം. ഭഗവത്ഗീതയിലെ അടുത്തൊരു ശ്ലോകം നോക്കാം. ചാപ്റ്റർ 4 നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 4 ജ്ഞാനകർമ്മ സന്യാസ യോഗം. ജ്ഞാനത്തെ, വളരെ വിശിഷ്ടമായ ജ്ഞാനത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നു. ഇവിടെ അപ്പോൾ എങ്ങനെ കർമ്മം ചെയ്യണം, കർമ്മം എന്താണ്, അകർമ്മം എന്താണ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു ഉത്കൃഷ്ട ഗ്രന്ഥമാണെന്ന് മാത്രമല്ല, അതിൽ ഒരുപാട് തത്വങ്ങളാണ് അടക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇതിലൊരു കഥയൊന്നും ഇല്ലല്ലോ എന്ന് പറയില്ലേ. അപ്പോൾ കഥയൊന്നും കഥയല്ല, അവിടെ തത്വങ്ങളാണ്, വേദാന്ത തത്വങ്ങൾ, അതുപോലെ തന്നെ ഉപനിഷത്ത് തത്വങ്ങൾ. അപ്പോൾ ഒരു ഉപനിഷത്തിൻ്റെ സാരസംഗ്രഹമാണ് ഭഗവത്ഗീത. അപ്പോൾ ഇത് എല്ലാം മനുഷ്യർക്കും വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ആധ്യാത്മിക ഗ്രന്ഥമാണെന്ന് ശ്രീ ചിന്മയാനന്ദ സ്വാമികൾ പറയും. അപ്പോൾ മനുഷ്യൻ ഇന്ന് അവൻ്റെ മനസ്സ് തന്നെ അവന് ഒരു ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മനസ്സെന്ന ആ ഒരു ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് നമ്മൾ കുറച്ചെങ്കിലും മോചനം നമുക്ക് കിട്ടണമെങ്കിൽ അതിന് നല്ല ഗൈഡൻസ് ആവശ്യമാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഗൈഡൻസ് കിട്ടുക? നല്ല ഗുരുക്കന്മാർ നല്ല ഒരു ഗൈഡൻസ് തന്നെയാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഗ്രന്ഥങ്ങളുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഭഗവത്ഗീത. അപ്പോൾ ഹിന്ദുവിൻ്റെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ കുറച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് ഒരു ലൈബ്രറിയിൽ നിറയെ വയ്ക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ് നമ്മളുടെ ആ ഒരു ശേഖരത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ബൈബിൾ പോലെയോ അല്ലെങ്കിൽ ഖുറാൻ പോലെയോ ഒരു ഗ്രന്ഥം മാത്രം എടുത്ത് പറയാൻ പറ്റില്ല. എന്നാൽ നമ്മൾ 4 വേദങ്ങളാണ് നമ്മുടെ പ്രമാണ ഗ്രന്ഥം എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ആ വേദങ്ങളുടെ സാരസംഗ്രഹമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഭഗവത്ഗീത മാത്രം നന്നായിട്ട് പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിലുടനീളം അതിൻ്റെ ആ ഒരു ദർശനം അത് പാലിക്കുകയും കൊണ്ട് നടക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു വേദങ്ങൾ മുഴുവൻ പഠിച്ചതിന് തുല്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴും അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ ഗീതാ പാരായണവും അതിൻ്റെ ശാസ്ത്ര തത്വങ്ങളിലൂടെ ഒന്ന് ദിവസേന പോകേണ്ട ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 19, ചാപ്റ്റർ 4. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ധ്യാനം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. 19ാമത്തെ ശ്ലോകം ചൊല്ലാം. യസ്യ സർവേ സമാരംഭ കാമസങ്കല്പവർജിതാ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. യസ്യ സർവേ സമാരംഭ കാമസങ്കല്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ. അപ്പോൾ യസ്യ സർവേ സമാരംഭ എന്നാണ്. അതായത് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ആരാണോ ആരുടെ കർമ്മങ്ങളാണോ കാമമില്ലാത്തതും സങ്കല്പങ്ങളില്ലാത്തതും അതിനെയൊക്കെ വിട്ടതാകുന്നുവോ, ജ്ഞാനാഗ്നിയിൽ ഈ കർമ്മമെല്ലാം ദഹിപ്പിച്ച ആ വ്യക്തിയെ ജ്ഞാനികൾ വിളിക്കുന്നത് പണ്ഡിതൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മളെ കർമ്മമൊക്കെ ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് ദഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പോൾ ജ്ഞാനത്തിൻ്റെ ജ്ഞാനം, അറിവ്, പരമാത്മ തത്വത്തെക്കുറിച്ചുള്ള അറിവ് അത് നേടുമ്പോഴാണ് ജീവിതം ഒരു സന്തോഷമുള്ളതാവുക. അപ്പോൾ ആരാണോ ആരുടെ കാമങ്ങളാണോ ഇതെല്ലാം വിട്ടതാവുന്നത്, ആരുടെ കർമ്മങ്ങളാണോ
കാമങ്ങളില്ലാത്തത് അല്ലെങ്കിൽ പലതരം സങ്കല്പങ്ങൾ വിട്ടതും ആകുന്നത്. അപ്പോൾ ആ കാമങ്ങൾ ഒക്കെ വിട്ട അല്ലെങ്കിൽ ജ്ഞാനാഗ്നിയിൽ ഈ കർമ്മമെല്ലാം ദഹിപ്പിച്ച ആ ഒരു ആളെ പണ്ഡിതനെന്ന് ജ്ഞാനികൾ പണ്ഡിതൻ എന്ന് വിളിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആ വാക്കുകളുടെ അർത്ഥം നോക്കാം. യസ്യ സർവേ സമാരംഭ, യസ്യ ആരുടെ, സർവേ എല്ലാ, സമാരംഭ, സർവേ സമാരംഭ എന്ന് പറയുമ്പോൾ കർമ്മങ്ങളൊക്കെയും എല്ലാ കർമ്മങ്ങളും കാമസങ്കല്പവർജിത, കാമവും സങ്കല്പവും വിട്ടതാകുന്നുവോ, ജ്ഞാനാഗ്നി ദഗ്ധ കർമ്മണം, ജ്ഞാനാഗ്നിയിൽ കർമ്മമെല്ലാം ദഹിപ്പിച്ച തം ബുധാഹ, അയാളെ ജ്ഞാനികൾ പണ്ഡിതം ആഹു, ആഹു പറയുന്നു, പണ്ഡിതനെന്ന് പറയുന്നു. ബുധാഹ എന്ന് പറയുമ്പോൾ ബുധാഹ ജ്ഞാനികൾ, ബുധന്മാർ ബുധ എന്ന് പറയുമ്പോൾ ജ്ഞാനി, ബുധാഹ എന്ന് പറയുമ്പോൾ ജ്ഞാനികൾ, തം അയാളെ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ആരുടെ കർമ്മങ്ങളാണോ ഫലാകാംക്ഷയില്ലാത്തത് അയാളെ ആത്മജ്ഞാനി അല്ലെങ്കിൽ പണ്ഡിതൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ കാമനകളില്ലാതെ ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുടെ പുറകെ പോവാത്ത ആളാണ് പണ്ഡിതൻ അല്ലെങ്കിൽ ആത്മജ്ഞാനി. അപ്പോൾ എന്തെങ്കിലും ഒരു ഫലത്തെ ഉദ്ദേശിച്ച് കർമ്മങ്ങളെ ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഫലം, എനിക്ക് അത്രയും 1,00,000 ഇത് കിട്ടണം, അല്ലെങ്കിൽ എനിക്കൊരു 10,00,000 കിട്ടണം എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. അപ്പോൾ ഒരാസക്തി ഇല്ലാതെ നമ്മുടെ വർക്ക് നന്നായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ കാമസങ്കല്പങ്ങൾ വർജിച്ച് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ കർമ്മം ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ അത് തെറ്റായിട്ടെടുക്കും. അപ്പോൾ എന്താണ് തെറ്റായിട്ടെടുക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു പ്ലാനിങ് ഒന്നും വേണ്ടയോ, അപ്പോൾ ആസൂത്രണമൊന്നും വേണ്ടയോ, ഒരു ജോലി ചെയ്യുമ്പോഴും അതിന് പ്ലാനിങ് വേണ്ടേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമുക്കൊരു സംശയങ്ങൾ വരും. പക്ഷേ അത് അങ്ങനെയല്ല, അത് നമുക്ക് പ്ലാനിങ് വേണം. അപ്പോൾ ചിങ്ങാനന്ദ സ്വാമികൾ തന്നെ പറയും, യു പ്ലാൻ ഔട്ട് യുവർ വർക്ക് ആൻഡ് ദെൻ യു വർക്ക് ഔട്ട് യുവർ പ്ലാൻ എന്ന്. യു പ്ലാൻ ഔട്ട് യുവർ വർക്ക് ആൻഡ് ദെൻ വർക്ക് ഔട്ട് യുവർ പ്ലാൻ. അതായത് ആദ്യം പ്ലാൻ ചെയ്യണം, എന്നിട്ട് വർക്ക് ചെയ്യണം. അതാണ് അങ്ങനെ ചെയ്യുമ്പോൾ കുറേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ വർത്തമാനകാലത്തിൽ ഭാവി കാലത്തെ ആശങ്കകളിലും അല്ലെങ്കിൽ ഭാവി കാലത്തെക്കുറിച്ച് ഒരുപാട് ഇങ്ങനെ അതെ അങ്ങനെയാവോ ഇങ്ങനെയാവോ, ഇതെന്താവും, എൻ്റെ മക്കളെന്താവും, അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാലം വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഇത്രയൊക്കെ സ്വത്ത് അതിന് മതിയോ അവരുടെ ജീവിക്കാൻ, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന മനുഷ്യരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴുള്ള ചെയ്യേണ്ട ആ ഒരു ജോലിയുടെ ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എനർജി, ആ ഒരു ഊർജം പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. കാരണം അനാവശ്യ ചിന്തകളിലാണ് നമ്മുടെ മനസ്സിൻ്റെ ഊർജം പാഴായി പോകുന്നത്. അതുകൊണ്ട് പറയുന്നു ആശങ്കകൾ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ സിദ്ധപുരുഷന്മാരെന്ന് പറയുമ്പോൾ ജ്ഞാനികളെന്ന് പറയാം, പണ്ഡിതന്മാരെന്ന് പറയാം. അവരുടെ മനസ്സ് അവരെപ്പോഴും ബോധത്തോട് സദാ ബന്ധിപ്പിച്ചിരിക്കും. അതിനാൽ അവരുടെ ഈ ബാഹ്യമായിട്ടുള്ള ഒരു കാര്യവും അവരെ അലട്ടില്ല. അതായത് അവരെ ആത്മാനന്ദം അനുഭവിക്കുന്നു അല്ലെങ്കിൽ ആസ്വദിക്കുന്നു എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ നമുക്ക് പലതിനും പല കാര്യങ്ങളും ശരിക്കും ചെയ്യാൻ പറ്റാത്തത് നമ്മൾ പലതിലും സ്വാർത്ഥതയാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ സ്വാർത്ഥത ഉള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് തരുന്ന റിയാക്ഷൻസ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുത്തി വയ്ക്കും എന്നും. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ കാരണം എന്താണ്, ശരിയായിട്ടുള്ള അറിവില്ലാത്തതാണ്. അതിനാണ് അവിദ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മായ. ഈ അറിവില്ലാത്തത് കൊണ്ട്
ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബാഹ്യലോകത്തിൽ ഇങ്ങനെ കിടന്ന് വട്ടം തിരിഞ്ഞ്, ഈ മായയിൽ കിടന്ന് വട്ടം തിരിഞ്ഞ് അവൻ ഇങ്ങനെ എപ്പോഴും ദുഃഖിച്ചും വിഷമിച്ചും ഇങ്ങനെ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടുക. കാരണം ഈ ബാഹ്യലോകത്താണ് അവൻ്റെ മനസ്സും ചിന്തകളുമൊക്കെ. ഈ ചിന്തകളൊക്കെ ഇത്രയും ബാഹ്യലോകത്ത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ സ്വന്തം പ്രവൃത്തികൾ ശരിക്കും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അവിദ്യയാണ്, ഈ അറിവില്ലായ്മ, ഈ ഒരു അറിവില്ലാത്തതാണ് മനുഷ്യൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും കാരണം. അപ്പോൾ ഈ അറിവ്, ഈ ഒരു വിദ്യ അത് നേടുമ്പോൾ ഈ കാമനകൾ, അതായത് അനാവശ്യമായിട്ടുള്ള ഡിസയേഴ്സ് എന്ന് പറയും, ആ ആവശ്യമില്ലാത്ത എന്താ പറയുക ആഗ്രഹങ്ങളുടെ പുറകെ ഇങ്ങനെ ഓടുന്നത് അത് അവസാനിക്കും. ആ കാമനകൾ അവസാനിക്കും. അങ്ങനെ ഒരു ജ്ഞാനി പിന്നെ കാമനകൾ കുറയുമ്പോൾ അയാളുടെ ആ ഒരു കാമനകൾ അല്ലെങ്കിൽ ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഓൾ അൺഹാപ്പിനെസ് എന്ന് പറയും. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആശകളാണ്. അപ്പോൾ ഈ ആശകൾ അല്ലെങ്കിൽ കാമനകൾ അത് ജ്ഞാനാഗ്നിയിൽ ചാമ്പലാക്കി എടുക്കേണ്ടതാണ്. ജ്ഞാനാഗ്നിയിൽ അത് കത്തി തീരുമ്പോൾ അയാൾക്ക് എന്താ പറയുക ശരിയായിട്ടുള്ള സന്തോഷം, സുഖം ഒക്കെ അനുഭവിക്കാൻ കഴിയും. അപ്പോൾ അയാളെയാണ് ജ്ഞാനികൾ, പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നത്, ആത്യന്തികമായിട്ട് ഭഗവാൻ പറയുന്നത് നമ്മുടെ എല്ലാം പ്രയാസങ്ങൾക്ക് കാരണം അവിദ്യയാണ്, അതായത് അജ്ഞാനമാണ്. പലതിനെയും കുറിച്ച് ശരിക്കും നമുക്ക് ശരിയായിട്ടുള്ള അറിവില്ലാത്തതാണ് എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കാരണമെന്നും, അപ്പോൾ ആ അറിവ് നേടാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള ബാഹ്യമായ ഇടപെടലുകൾ അത് നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ട് എത്തിക്കുമെന്നും ഉള്ള ഒരു നല്ല സന്ദേശമാണ് ഭഗവാൻ തരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.